ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികയേ നമഃ. ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ മനോജ് ശാസ്ത്രി അവറുകളെ, സുലേഖ ടീച്ചർ, അനിൽ സാർ, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ, സ്നേഹനിധികളായ മുഴുവൻ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിൻ്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ കന്നി 5 വരെയുള്ള ഈ മഹായജ്ഞാചരണത്തിന് പങ്കാളിത്തം വഹിക്കുവാൻ അനുഗ്രഹിച്ച ഭഗവാന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ എളിയ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആത്മോപദേശ ശതകം എന്ന മഹത്തായ ഭഗവാന്റെ കൃതിയിലെ ഓരോ വരികളും മന്ത്രങ്ങൾ തന്നെയാണ്. പച്ച മനുഷ്യൻ്റെ ഹൃദയമെടുപ്പിനെ വളരെ മനോഹരമായി ചമച്ച കൃതിയാണ് ആത്മോപദേശ ശതകം. മനുഷ്യ മനസ്സിന് സ്വന്തം ആത്മാവിൻ്റെ ഉപദേശം നൽകുന്ന 100 മന്ത്രങ്ങൾ ചേർത്ത് വെച്ച മനോഹരമായ ഒരു കൃതിയാണ്. ആത്മാവിൻ്റെ ഉപദേശം 100 മന്ത്രങ്ങളായി മനസ്സിന് നൽകുന്നതുകൊണ്ട് തന്നെയാണ് ഈ കൃതിക്ക് ആത്മോപദേശ ശതകം എന്ന് നാമകരണം. നാം ഇന്ദ്രിയങ്ങളുടെ മാത്രം പിറകെ പോകാതെ അറിവിൻ്റെ ഉപദേശത്തോടുകൂടി മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെ വരുതിയിലാക്കി നേർവഴിയേയുള്ള പ്രവൃത്തികളിൽ എത്തിച്ചേർന്നാൽ ജീവിതത്തിൽ ഉന്നതമായ വിജയം സുനിശ്ചിതമാണ്. ഒരു വശത്തെ പഞ്ചേന്ദ്രിയങ്ങൾ അവരുടെ തോന്നിയ വഴിയെ പോകും. അവർക്ക് പെട്ടെന്ന് സുഖം എന്ന് തോന്നുന്ന വഴിയിലൂടെയുള്ള സഞ്ചാരം. മറുവശത്ത് ആത്മാവ്, നടുവിൽ മനസ്സ്. പഞ്ചേന്ദ്രിയങ്ങളുടെ വഴി പിഴച്ച പാതയിലൂടെയുള്ള സഞ്ചാരത്തിൽ മനസ്സ് നമ്മളെ ദുർമാർഗത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് നേരായ മാർഗം ആത്മാവിലൂടെ നൽകുന്നതിന് ഈ കൃതിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് സാധ്യമാവും. ഈ കൃതിയിലൂടെ സാധാരണ മനുഷ്യൻ ഒരു പുത്തൻ ദിശാബോധം ജനിപ്പിക്കുന്നു. മനസ്സിനെ അഭിമുഖമാക്കുക, ആത്മപ്രേരണയോടുകൂടി മനസ്സിനെ നിയന്ത്രിക്കുക. മനുഷ്യ സമൂഹത്തിന് ആകമാനം ഒരു പുതിയ ദിശാബോധം നൽകി ഭഗവാൻ നമ്മളെ സുരക്ഷിതരാക്കുന്നു. നീ ഇന്ദ്രിയങ്ങളുടെ പിടിയിലകപ്പെടാതെ ആത്മാഭിമുഖമായി ആത്മാവിനെ പിൻപറ്റി ആത്മനിർദ്ദേശങ്ങളെ പാലിച്ച് നമ്മൾ പ്രവൃത്തി ചെയ്യേണ്ടതാണെന്നുള്ള വിലപ്പെട്ട അറിവാണ് ആത്മോപദേശം എന്ന കൃതിയിലൂടെ തൃപ്പാദങ്ങൾ നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ഉപദേശകൻ ആത്മാവ് തന്നെയാണ്. തൻ്റെ മനസ്സിനോട് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ മനസ്സിന് നൽകുകയാണ്. നമുക്ക് ആ മന്ത്രത്തിലേക്ക് ഒന്ന് കടക്കാം. എനിക്ക് ഇവിടെ പറയുവാൻ പറഞ്ഞിരിക്കുന്ന മന്ത്രം 7ാമത്തെ മന്ത്രമാണ്. നമുക്ക് ആ മന്ത്രത്തിലേക്ക് കടക്കാം. ഉണരരുതിനി ഉറങ്ങിടാതിരുന്നിടണം, അറിവായി ഇതിന് ഇന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ഇതാണ് മന്ത്രം. അഖണ്ഡമായ ബോധത്തിൽ നിന്ന്, അതായത് അറിവിൽ നിന്ന് ഇനി ഉണരരുത്. അഥവാ അറിവിൽ നിന്ന് ഇനി ഉറങ്ങരുത്. സദാ അഖണ്ഡമായ അറിവിൽ തന്നെ വർത്തിക്കണം. അതിന് അയോഗ്യനെന്നാൽ ആത്മസാക്ഷാത്കാരം നേടി ജനന മരണങ്ങൾക്ക് അതീതരായി കഴിയുന്ന മുനിജന സേവയിൽ മനസ്സിനെ ഉറപ്പിക്കണം. ഇതാണ് ഇതിൻ്റെ സാമാന്യമായ അർത്ഥം. അതായത് ഭഗവാൻ പറയുന്നു, ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം. ഇവിടെ പൊതുവായി എടുക്കേണ്ടത് അറിവാണ്. അറിവായ ഉണർവിൽ നിന്ന് ഉണരരുത്, അറിവായ ഉണർവിൽ നിന്ന് ഉറങ്ങിയിടരുത്. ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അറിവാണ് സദാ സജീവമായി ഇരിക്കേണ്ടത്. അറിവോടുകൂടി നമുക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ അറിവോടുകൂടി
ഉറങ്ങാതിരിക്കാം. നമ്മൾ സാധാരണ കിടന്ന് ഉറങ്ങുന്ന ഉറക്കമല്ല ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഉറക്കവും ഭഗവാൻ പറയുന്ന ഉറക്കവും തമ്മിൽ അറിവിൻ്റെ വ്യത്യാസമാണ് കാണുന്നത്. ബോധം കെട്ട ഉറക്കമാണ് നമ്മളുടെ ഉറക്കം. എന്നാൽ ഇവിടെ ഭഗവാൻ ഒരു പുതുപുത്തൻ ഉറക്കമാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതാണ് ബോധത്തോടു കൂടിയുള്ള ഉറക്കം. എല്ലാ മനുഷ്യർക്കും ഏറ്റവും പ്രിയങ്കരമായ ഒരു കാര്യമാണ് ഉറക്കം. ഇന്ന് ഞാൻ സുഖമായി കിടന്നുറങ്ങി എന്ന് നാം പറയാറുണ്ട്. അത് ബോധം കെട്ട ഉറക്കം തന്നെയാണ്. മനസ്സ് ശാന്തമാകുമ്പോൾ ആണ് മനുഷ്യന് ഉറക്കം കിട്ടുന്നത്. ചിലർ ഉറങ്ങിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമല്ലാതെ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാറില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് നല്ല ഒരു അവസ്ഥയിൽ മനസ്സിനെയൊക്കെ ശാന്തമായി ഇരിക്കുന്ന അവസരത്തിലാണ് എല്ലാ മനുഷ്യർക്കും നല്ല ഉറക്കം കിട്ടുന്നത്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖകരമാണ്. മനുഷ്യനെന്നല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അതൊരു വളരെ സുഖകരമായ ഒരു നിമിഷമാണ് ഉറക്കമെന്ന് പറയുന്നത്. ഇവിടെ ഉറക്കത്തിൽ നിന്ന് കിട്ടുന്ന അതിലും മേന്മയേറിയ ഒരു സുഖ അനുഭൂതി ബോധത്തോടു കൂടി ബോധത്തോടു കൂടി കിട്ടുന്ന ഒരു സുഖത്തെ, ബോധത്തോടു കൂടി ഉറങ്ങിയാലും ഉറങ്ങാതിരുന്നാലും കിട്ടുന്ന ഒരു സുഖത്തെക്കുറിച്ചാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ അവസ്ഥയിൽ ചേരണമെങ്കിൽ വളരെയധികം പരിശീലനം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശീലനം നേടിയെടുത്ത് അതിനെ സ്വായത്തമാക്കിയ ആ അവസ്ഥയിൽ എത്തിച്ചേർന്ന ആളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവ ഭഗവാൻ. അപ്പോൾ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ട് നമുക്ക് ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തരികയാണ് ഈ കൃതിയിലൂടെ. ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന ആളുകൾക്ക്, ഇങ്ങനെ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് ഈ അറിവ് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെയുള്ള മുനിമാരൊക്കെ നാം കണ്ടിട്ടുണ്ട്. അവർ വസ്ത്രം ധരിക്കത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ ഒന്നും ഒരു വിഷയമില്ല. അവരത് വളരെ സുഖമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ പല മുനിമാരെക്കുറിച്ച് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അവരുടെ ആ അവസ്ഥയെന്ന് പറയുന്നത് വളരെ സുഖകരമായ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ചേർന്നാൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഭഗവാൻ നമുക്കായിട്ട്, സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ശീലിച്ചാൽ ഈ അവസ്ഥയിൽ ഏതൊരു മനുഷ്യനും എത്തിച്ചേരുവാൻ കഴിയും എന്നും കൂടി ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ പെടാം, പക്ഷേ നമ്മളെ കൊണ്ടൊന്നും അത് സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതിനുള്ള ഒരു പോംവഴിയും കൂടി അടുത്ത ഇതിൽ ഭഗവാൻ പറയുകയാണ്. ഇന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ഇങ്ങനെ ഇതിന് നമുക്ക് സാധിക്കാതെ വരികയാണെങ്കിൽ, ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന, ഇങ്ങനെ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന ആ മുനിയുടെ സേവയിൽ നമ്മൾ മൂർത്തി നിർത്തിടണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതിൻ്റെ ഒരു ഭാവം തന്നെയാണ്. കാരണം ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതാണ് നമ്മുടെ ഭഗവാൻ. ആ ഭഗവാന്റെ നാമങ്ങളും ആ കൃതികളും ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടാൽ പോലും നമ്മൾ ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൽ ചേരുന്നതിനോട് തുല്യമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ആ മുനിയുടെ സേവയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കും അതിനോട് ഒത്തുള്ള ഒരു സുഖാനുഭൂതി ഉണ്ടാകുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് ബോധപൂർവം നമ്മൾ നിത്യേന ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഗുരു ഇവിടെ പഠിപ്പിക്കുന്നത്. ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖം
ഉണർന്നിരിക്കുമ്പോഴും ബോധപൂർവം ഉണ്ടാക്കിയെടുക്കണം. മനുഷ്യൻ്റെ വ്യക്തി വികാസമുണ്ടായി ബോധതലത്തിനപ്പുറത്ത് മറ്റൊരു ബോധതലം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. അനന്തമായ വികാസതലം. ആ ബോധതലത്തെ അതേപടി തന്നെ നിലനിർത്തണം. താൻ ആരാണെന്ന് അറിയുന്ന മനസ്സുണ്ടാക്കുന്ന ഒരാൾക്ക് താൻ തന്നെയാണ് ദൈവം എന്ന് ബോധ്യപ്പെടും. പ്രണവം എന്ന് പറഞ്ഞാൽ ഓങ്കാരം എന്നാണ് അർത്ഥം. പിറപ്പ് എന്ന് പറയുന്നത് ജനനം എന്നാണ് അർത്ഥം. പ്രണവം ഉണർന്ന ഒരാൾക്ക് വീണ്ടും ജനനമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ആ ഒരു അവസ്ഥയിലെത്തുന്ന ആളെന്ന് പറയുന്നത് മുനികളുടെ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരാൾക്കാണ് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ബാക്കി നമുക്കൊക്കെ പുനർജന്മം ഉണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് വീണ്ടും ഒരു ഉണ്ടാവുകയില്ല. ബോധത്തിൻ്റെ വികാസത്തിലാണ് മനുഷ്യന് സുഖമിരിക്കുന്നത്. അല്ലാതെ സമ്പത്തിൻ്റെയോ മറ്റ് സമൃദ്ധിയിലല്ല സുഖം ഇരിക്കുന്നത് എന്നുകൂടി ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നു. സുഖം ഒരു മരീചിയായി നമ്മളെ വേട്ടയാടുന്നു. കാരണം എല്ലാവരും സുഖം തേടിയുള്ള യാത്രയിൽ നമ്മൾ സുഖത്തിന് വേണ്ടി മറ്റ് പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ദുഃഖത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പെട്ടെന്നുള്ള ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നേരെ ആ സുഖം ആ സമയത്ത് കിട്ടും. പക്ഷേ പിന്നീട് നമ്മൾ ദുഃഖത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു സുഖമല്ല. നമ്മൾ നിത്യമായ സുഖം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉറക്കത്തെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ സുഖം ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു അവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. സമ്പൽ സമൃദ്ധിയുള്ള ഒരാൾക്ക് അവർക്ക് നമ്മുടെ നോട്ടത്തിൽ ഓർക്കും ഭയങ്കര സുഖമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ സമ്പത്തല്ലാതെ മറ്റ് ദുഃഖങ്ങൾ ആ ആൾക്ക് ഉണ്ടായെന്ന് വരാം. അപ്പോൾ സമ്പത്ത് മാത്രമല്ല സുഖം തരുന്ന ഒരു കാര്യമെന്നുകൂടി നാം മനസ്സിലാക്കണം. ബോധം അഖണ്ഡമാകുമ്പോൾ നിത്യമായും സുഖം ലഭിക്കും. അതിനായി നമ്മൾ പ്രയത്നിക്കണം. ഏകത്വം നിറഞ്ഞ മാർഗം തേടി പോകുന്നവരായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഗുരുവിനെ ശരണം പ്രാപിക്കണം. അഖണ്ഡമായ ബോധതലത്തിൽ എത്തുമ്പോൾ മനുഷ്യന് എല്ലാം സാധ്യമാകും. ആ വികാസത്തിൽ എത്തിച്ചേരണം. ആ വികാസത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ബോധത്തെ നാം വികസിപ്പിക്കണം. അതായത് അറിവിനെ നാം വികസിപ്പിച്ച് എടുക്കണം. നമ്മുടെ ബോധതലത്തിൽ നിന്ന് വേറിട്ട അനുഭവതലം വേറെ ഉണ്ട് എന്ന് നാം അറിയണം. നമ്മുടെ ബോധതലത്തിൽ നിന്നും വികസിക്കുവാൻ നമുക്ക് കഴിയും. അനന്തമായ വികാസത്തിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ആ മുനിയുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ പോവുകയാണെങ്കിൽ ഒരു മുനി എത്തപ്പെട്ട അവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്ക് സാധ്യം അല്ല എങ്കിൽ പോലും നമ്മൾ അതിന് അയോഗ്യനാണെങ്കിൽ, അതിന് നമുക്ക് പറ്റാത്ത ഒരവസരത്തിലാണെങ്കിൽ ഗുരു പറഞ്ഞു തരുന്നു, നമ്മൾ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ് വാഴുന്ന ഒരു മുനി ജനസേവയിൽ മൂർത്തി നിർത്തി വേണം. അപ്പം ആ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരാളായ ഗുരുവിൽ നമ്മൾ ശരണം പ്രാപിക്കണം. അപ്പം മുനിയുടെ ഇവിടെ ഭഗവാൻ പറയുന്ന ആ മന്ത്രത്തിൽ നമുക്ക് 7-ാം മന്ത്രത്തിൽ പറയുന്ന മുനിയുടെ അവസ്ഥയിൽ ചേരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഭഗവാൻ നമുക്ക് പറയുന്നത്. ഇത് നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ആ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഗുരുവിൽ നമ്മൾ ശരണം പ്രാപിച്ചാൽ നിത്യമായ സുഖം നമുക്ക് ലഭിക്കും. ആ സുഖത്തെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന മുനി വീണ്ടും ജനിക്കുന്നില്ല. ബോധത്തിൻ്റെ വികാസത്തിലാണ് സുഖമിരിക്കുന്നത്. അല്ലാതെ സമ്പൽ സമൃദ്ധിയിൽ മാത്രമല്ല
സുഖമിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി നാം മുന്നോട്ട് പോകുക. സുഖം ഒരു മരീചിയായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ബോധം അഖണ്ഡമാകുമ്പോൾ നിത്യമായ സുഖം ലഭിക്കും എന്നുള്ള കാര്യവും ഓർത്ത് നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്ന ഈ ഉറക്കത്തെക്കുറിച്ച്, ഈ അവസ്ഥയിൽ എത്തപ്പെടാൻ സാധിച്ചില്ല എങ്കിൽ അതിനുള്ള മാർഗം കൂടി ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന ആ മുനിജന സേവയിൽ നമ്മൾ ശരണം പ്രാപിക്കുവാൻ വേണ്ടി ശരണം പ്രാപിക്കണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ശരണം പ്രാപിച്ച് നമ്മൾ സുഖത്തിൻ്റെ ആ പരമോന്നത തലത്തിലേക്ക് എത്തപ്പെടണമെന്നാണ് ഭഗവാനോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.